എന്താ പറയുക, സ്ക്രീൻ നാടകീയമാണെങ്കിലും ഇത് നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അതെ അതെ, എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാം അടുക്കി പറക്കാനും ക്ലീൻ ചെയ്യാനും. ഇത് നീല ഇന്റീരിയേഴ്സിന്റെ നീല ഇന്റീരിയേഴ്സിന്റെ ആണ്. നമ്മുടെ വിഷ്ണു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റിലേക്കുള്ള ഒരു അവരുടെ കിച്ചൺ ഏറെക്കുറെ ഇങ്ങനെ അതെയല്ലേ, ഒരു ഡബിൾ ഹൈറ്റ് ആണ് അല്ലേ? അതെ, അമൃതയുടെ ബെഡ്റൂം. അതെ, ഇതിന്റെ ബെഡ്റൂം ഈ കുളമായിട്ട് കണക്കുമായിരിക്കും കേട്ടോ. യൂസ് ചെയ്യുന്നത് അമ്മയുടെ ബെഡ്റൂം ആണ് ഇത്. താങ്ക് യു ചേട്ടാ, എല്ലാവിധ സക്സസും താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് ഒരു വീടിന്റെ മുൻപിൽ മാത്രമല്ല, ഒരു ആഗ്രഹത്തിന്റെ മുൻപിൽ തന്നെയാണ്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അമൃതയുണ്ട്. അമൃത ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സീരിയലിലേക്ക് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ്സാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അമൃതയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. നിൽക്കാനുള്ള കാരണം നമ്മുടെ ഡീസോളിൽ നിന്നായിരുന്നു. ഇവിടെ സ്റ്റീൽ ഡോറും അതുപോലെ FRP ഇൻറ്റീരിയർ ഡോറൊക്കെ എടുത്തത് ഇവിടെ നിന്നായിരുന്നു. യഥാർത്ഥത്തിൽ ആഗ്രഹമെന്ന് പറയാൻ കാര്യം, ഒരാൾ വീട് വയ്ക്കുക എന്നുള്ള അയാളുടെ ഒരു വലിയ ആഗ്രഹമുണ്ട്. അമൃതയുടെ അമ്മ, അമൃത അനുജൻ, അവരുടെയൊക്കെ ഒരു ഫാമിലിയുടെ ആഗ്രഹമാണ് ഈ പൂർത്തിയാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ വീടിൻ്റെ പേര് തന്നെ ആഗ്രഹമെന്നാണ്. ഒരു എന്താ പറയുക, കൊച്ചു സ്വപ്നം എന്ന് വേണം പറയാനായിട്ട്. അതായത് 1300 സ്ക്വയർ ഫീറ്റിനകത്ത് 3 BHK വീടാണ് ഈ ചേരിക്കുന്നത്. ഏതാണ്ട് ഒരു 5 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് വന്നിരിക്കുന്നത്. അപ്പോൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും അതുപോലെ തന്നെ നമ്മുടെ അമൃതയുടെ ആഗ്രഹത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പറഞ്ഞതുപോലെ ഒരു കോൺടെമ്പററി ഡിസൈനിലുള്ള വീടാണേ. 5 സെൻറ്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റ് 3 BHK ആയിട്ടാണ് ചേരിക്കുന്നത്. അമൃത അകത്തുണ്ട്. നമ്മളെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് റിസീവ് ചെയ്യും. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ പേവിങ് ടൈൽസ് പാകിയിട്ടാണ് ചേരിക്കുന്നത്. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിൻ്റെ ബീഡിങ്സ് എല്ലാം ഗ്രാനൈറ്റ് ആണ് ചേരിക്കുന്നത്. അകത്ത് വന്നിട്ട് 4x2 ടൈലാണ് വന്നിരിക്കുന്നത്. ടൈല് 4x2 ടൈല് ഇത്രയും വന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 6-8 സൈസിലുള്ള 2 സൈഡിലും സ്റ്റെപ്സ് എലവേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്പൺ സിറ്റ് ഔട്ടായിട്ട് വന്നിരിക്കുന്നു. വീടിനോട് ചേരത്തക്ക രീതിയിലുള്ള ഒരു കോൺടെമ്പററി ഡിസൈനിൽ ചെയ്തിരിക്കുന്ന വുഡൻ ഡോറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിലൊരു ലോങ് ഹാൻഡിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലോങ് ഹാൻഡിലും കൊടുത്തുകൊണ്ടുള്ള ഡോറ് ചെയ്തിരിക്കുന്നു. ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇതാണ് ഇവരുടെ ആഗ്രഹം. ഇവരുടെ ആഗ്രഹം നിറവേറി. അത് അമൃതയുടെ വീഡിയോയിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആഗ്രഹം എന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അകത്തേക്ക് കയറാം. നമസ്കാരം. നമസ്കാരം. ഈ എന്താ പറയുക, സ്ക്രീൻ നാടകീയമാണെങ്കിലും ഇത് നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അതെ അതെ, വെൽക്കം വെൽക്കം. അപ്പോൾ ഞങ്ങള് ഹൗസാമീന് വന്നായിരുന്നു. എങ്കിലും ഒരിക്കൽ കൂടി ഈ പറയുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കൺഗ്രാജുലേഷൻസ് തരികയാണ്. ഒരുപാട് കൊല്ലത്തെ, ഒരുപാട് വർഷത്തെ ഉള്ളൊരു ആഗ്രഹമല്ലേ നിങ്ങൾ ആ പുറത്ത് എഴുതിയിട്ടിരിക്കുന്നത്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാണ് ഒരാളുടെ ആഗ്രഹത്തിലോട്ടാണ് ചേരുന്നത്. നിങ്ങൾ ഈ ആഗ്രഹം തന്നെ, എന്തുകൊണ്ട് ആഗ്രഹം എന്നുള്ള വീട്ടുകാരാക്കാനായിട്ടുള്ള റീസൺ? ഈ ആഗ്രഹം ഉള്ളിൽ കിടന്നുകൊണ്ട് തന്നെയാ. വേറൊരു നല്ലൊരു പേര് എന്റെ വീടിന് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ആഗ്രഹം എന്നുള്ള പേര് തന്നെ. വളരെ സന്തോഷം. എന്തായാലും അമൃത ഒരുപാട് പ്രോഗ്രാംസ്, ഇപ്പോൾ സീരിയൽസ്, ഇനി സിനിമകളിലോട്ട് വിപുലമായിട്ട് വരട്ടെ. കരിയറിൽ എന്താ പറയുന്നത്, വളരെ വലിയ ശോഭനമായ ഭാവി ഉണ്ടാകട്ടെ. കാര്യം ഞാൻ എപ്പോഴും പറയുമ്പോഴത്തേക്കും പലരും നമ്മൾ ലൈക്ക് എ സിസ്റ്റർ എന്നല്ല, ബി എ സിസ്റ്റർ. തീർച്ചയായിട്ടും അത് എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്നത് എന്റെ ചേട്ടൻ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലോ. നമ്മുടെ ലിവിങ് ഏരിയ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വീട് എന്നൊരു 5 സെന്റ് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാധാരണ നമ്മളൊരു ഇതിലോട്ടൊക്കെ ഒരു പ്രൊഫഷനിലോട്ടൊക്കെ കിടക്കുമ്പോഴത്തേക്ക് ഇത്തിരി വലിയ വീട് വേണമെന്നൊക്കെ ആഗ്രഹം തോന്നില്ല? അതൊന്നും ഇല്ല, എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാം അടുക്കി പറക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഒരു ഇതുണ്ടല്ലോ. അപ്പം എനിക്ക് ചെറിയ സിമ്പിൾ വീട് മതി. പിന്നെ ഇതിനപ്പുറം ഫിനാൻഷ്യൽ ഒരു ബാധ്യത എനിക്ക് എടുത്തു വെക്കാൻ വയ്യ. ഇത് ടോട്ടലി എല്ലാം കൂടെ, ഇവൻ കർട്ടൻസ് ആണെങ്കിലും നമ്മുടെ എല്ലാം കൂടെ ഒരു 35-നകത്ത് തീർന്നു. 1300 സ്ക്വയർ ഫീറ്റ്. സ്ഥലവില ഇല്ല കേട്ടോ. സ്ഥലം എനിക്ക് തോന്നുന്നു ആൻസസ്റ്റർ പ്രോപ്പർട്ടിയാണ്. അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ സ്ഥലവിലയില്ല. വീട് ടോട്ടലാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ ലിവിംഗ് ഏരിയയുടെ സൈസ് നോക്കിയാൽ 12 അടി നീളം, 12 അടി വീതി. ഈ പറഞ്ഞ സോഫ, കോർണർ സോഫ ഇട്ടിരിക്കുന്ന പൂജ ഏരിയ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. കൃഷ്ണൻ ഉണ്ടല്ലോ, എല്ലാരും ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ എന്റെ വീട്ടിൽ ചെയ്ത സഹിച്ചേട്ടനാ കേട്ടോ. അത് തുറന്നു പറയാം. ഈ കർട്ടൻസിലോട്ടുള്ള എത്ര മെയിൻ റീസൺ അജയ് ചേട്ടനാണ്. അന്ന വിൻഡോസ് ആൻഡ് ഫാഷൻസ് സഹിച്ചാനാണ്. സഹിച്ചാൻ കൊച്ചിക്കാരനാണ്. സഹിച്ചാൻ എൻ്റെ അടുത്ത് നമ്മുടെ വീഡിയോ ഇല്ലേ കണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അജയ് നമുക്ക് ആ വീട് ഞാൻ ചെയ്യാം
എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അമൃതയെ കോൺടാക്ട് ചെയ്യുന്നത്, സജിച്ചേട്ടൻ ഇത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അധികം സാധനങ്ങളൊന്നും ചെയ്തിട്ടില്ല, സിമ്പിൾ ആയിട്ടുള്ള. സിമ്പിൾ ആണ്. പക്ഷെ എന്റെ വീടിന് ഏറ്റവും ഭംഗി കൂട്ടുന്നതിൽ ഒന്നാണ് എന്റെ കട്ടൻ. ഹൗസ് വാമിംഗ് വന്നവർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംപ്രീതം എന്ന് പറഞ്ഞൊരു വീട് നമ്മൾ തിരുവഞ്ചൂർ ഒരു ഫാമിലിക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവിടെയും എന്റെ അടുത്ത് കണ്ടപ്പോൾ അജയ് ഞാനത് ചെയ്യാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുന്ന ഒരാളാണ് സജിച്ചേട്ടൻ. സിമ്പിൾ ആയിട്ടുള്ള സജിച്ചേട്ടൻ പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആർക്കിടെക്ട്സിന്റെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആസിഫ് അഹമ്മദ് പോലുള്ള വലിയ വലിയ ആർക്കിടെക്ട്സിന്റെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സജിച്ചേട്ടൻ. പക്ഷെ പുള്ളിയെ കണ്ടാലോ സംസാരിച്ചാൽ അത് പറയൂല. കട്ടൻ ഫുൾ ഹൈറ്റ് ആ കൊടുത്തത്, ഡബിൾ ലെയർ. അതായത് ഷിയറും ഇട്ടിട്ടുണ്ട്, ബ്ലാക്ക് ഔട്ടും ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മള് സീലിംഗ് ചെയ്തിട്ടുണ്ട് അല്ലേ? സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നില ഇന്റീരിയേഴ്സിന്റെ പ്രോജക്റ്റ്. നമ്മുടെ വിഷ്ണു നമ്മൾ തന്നെ അവരുടെ വീഡിയോസ് പലപ്പോഴും 1, 2, 3 ഒക്കെ കാണിച്ചിട്ടുണ്ട്. നില ഇന്റീരിയേഴ്സിന്റെ ആണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഈ യൂണിറ്റും അതെ TV യൂണിറ്റ് WPCയുടെ ലൂവേഴ്സ് കൊടുത്തിട്ട് മറൈൻ പ്ലൈവുഡിലാണ് പൂർണ്ണമായിട്ട് ഇരിക്കുന്നത്. നില ഇന്റീരിയേഴ്സിന്റെ ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഇത് പൂർണ്ണമായിട്ട് പ്രസ്റ്റീജ് പ്ലൈവുഡ്. അവന്റെ പ്രൊജക്ട് മുഴുവൻ പ്രസ്റ്റീജ് പ്ലൈവുഡിലായിരുന്നു. എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ അറിയത്തില്ല, പക്ഷെ അത് ടെക്നിക്കലി പറഞ്ഞതാ. അനുജൻ സ്ഥലത്തില്ല. ആളുടെ പേരൊന്ന് പറഞ്ഞേ. അമൽ വി നായർ. ഇതാരേ? എന്റെ പൊന്നെ നോക്കിയാൽ അമ്മ. പക്ഷെ ഇപ്പോഴും എങ്ങ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അമ്മ എങ്ങാണ്. അന്ന് ഇത് എത്ര വർഷം മുമ്പത്തെ ആയിരിക്കും? ഇതൊരു 10, 15, 16 അതുമല്ല അതിൽ കൂടുതൽ വരും. അമ്മയ്ക്ക് ഒരു 24, 25 വയസ്സ് ആ സമയത്തുള്ളതായിരിക്കാന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 26, 27 എനിക്ക് അതായത് തോന്നുന്നു. ഇവിടെ ഫാമിലി ഫോട്ടോ ഉണ്ടേ. ഫാമിലി ഫോട്ടോയിൽ ഇവരെല്ലാരും ഉണ്ട്. പഴയതാട്ടോ, പഴയ ഫോട്ടോയാ? പഴയ ഫോട്ടോയാ. ഓ അത് ശരി. പഴയ ഫോട്ടോ എന്ന് പറയണ്ട, കാര്യം ഒരുപാട് പ്രായം ഉണ്ടെന്ന് ആൾക്കാർ. എന്റെ അമ്മയെ വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എനിക്കറിയാം, തെറിച്ച് കണ്ടു. ഇവിടുന്ന് ഡയറക്റ്റ് നമ്മുടെ ലിവിംഗ് ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൈനിങ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഏരിയ കൊടുത്തിരിക്കുന്നത് അല്ലേ? അതിനുള്ള ഒരു ഡൈനിങ് ടേബിളേ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ സജിച്ചേട്ടൻ തന്നെ, അതും ഫുള്ള് സജിച്ചേട്ടൻ്റെ ഇരിക്കണം. ഇനി നമുക്ക് നിങ്ങളുടെ കിച്ചണിലോട്ട് കയറാം. നമ്മുടെ ഈ കിച്ചൺ കാണുമ്പോഴേ പ്രവാസികൾക്ക് വലിയ സന്തോഷം. അവരുടെ കിച്ചൺ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ. കാര്യം ഒന്നാമത്തെ കാര്യം അവര് അവിടെ താമസിക്കുമ്പോൾ അവർക്ക് മിക്കവാറും സ്പേസ് കാണില്ല. അപ്പൊ 2 സൈഡിലോട്ട് പാരലൽ കിച്ചൺ ആണ് പൊതുവേ ചെയ്തു പോയത്. പക്ഷെ ഇവിടെ മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേറ്റ് എന്നുള്ള രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവർ കാണിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം നില ഇന്റീരിയേഴ്സ് ഡിസൈൻ ചെയ്തതാണ് എന്റെ വീടിന്റെ ഇന്റീരിയർ ഫുള്ള്. അപ്പൊ നമുക്ക് ഇങ്ങനെ കളർ തന്നെ വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഇവര് കളർ ചെയ്തു തന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഇത് തന്നെയായിരുന്നു കളർ. നമ്മളിതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ കളറൊക്കെ അതുപോലെ തന്നെ കൊണ്ടുവയ്ക്കുന്നത്. ഫ്രിഡ്ജ് ഇങ്ങോട്ട് വെക്കാനേ സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനോട് ചേർന്ന് വന്ന പോലെ തന്നെ നമുക്ക് തോന്നും ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ ആണ് നോക്കിക്കഴിഞ്ഞാൽ. ഇത് ഡിസൈൻ ചെയ്ത സമയത്ത് ഈ വീട് ഇങ്ങനെ വേണം എന്നുള്ളൊരു ആഗ്രഹം അതെങ്ങനെ ഇതിനകത്ത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്? കുറച്ച് ഐഡിയാസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലാൻ വെച്ചിട്ട് പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണു ചേട്ടൻ നല്ലൊരു 3D ചെയ്തു തന്നു. എനിക്ക് അതിൽ ഒരു മാറ്റം വരുത്തില്ല. അകത്ത് 3D എല്ലാം ചെയ്തു തന്നത്. അപ്പൊ അതിലെനിക്ക് മാറ്റമായിട്ട് വരുത്തേണ്ട ഒന്നും വന്നില്ല. ഇല്ല മാറ്റിയിട്ടില്ല. ഇല്ല. അതിൽ ഏറ്റവും വലിയ കാര്യം എന്താണ്, എന്റെ 3D ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ 3Dയിൽ നമ്മൾ ചെയ്ത ഡോറാണ്. ഞാനത് അവിടെ ഡീസോള് ചെന്നപ്പോഴേ നമ്മൾ ഇതാ എന്റെ ഡോർ, ഇതാ എന്റെ ഡോർ. 3D വരുമ്പോൾ ഇങ്ങനെയല്ല ഈ ഡോർ, മീൻസ് ഇങ്ങനെയല്ല നമ്മുടെ മനസ്സിലോ അമൃതയുടെ മനസ്സിലോ ഈ സാധനം ഇല്ല. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാധനം കിട്ടി. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. നമ്മുടെ ഡീസോളിന്റെ ഡോറാണ്. ഇതിൽ ഫ്രെയിം ആക്ച്വലി വുഡൻ ഫ്രെയിം ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ വുഡൻ ഫ്രെയിമിലോട്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനൊരു ഫ്രെയിം ഉണ്ട്, തന്നെ ഫ്രെയിം ഉണ്ട്, അതിലാണ് വരുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂം ആണോ? ഇത് അല്ല, മാസ്റ്റർ ബെഡ്റൂം അല്ല, മേളിലാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പൊ ഇത് അമ്മയുടെ ബെഡ്റൂം, അല്ലെ അമ്മൂമ്മയുടെ ബെഡ്റൂം. ഞാൻ ഇഷ്ടംപോലെ മരുന്നൊക്കെ നിങ്ങൾക്ക് പല സൈഡിലും കാണാൻ പറ്റും. അത് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നു. സൈസ് പറയാവേ, നോർമലി ഇതിന്റെ സൈസും വരുന്നത് 10, 12 സൈസിലുള്ളതാണ്. മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേറ്റ്, ഇതെല്ലാം അവരുടെ തന്നെ. ഇതും നമ്മുടെ സജിച്ചേട്ടന്റെ പ്രോജക്റ്റ് ആണ് ഈ വന്നിരിക്കുന്നത്. അതായത് ഇവിടെ വന്നിരിക്കുന്ന ബ്ലൈൻഡ്സ് ആണ്. ഇവിടെ ഒരു ഓപ്പൺ ലൂവർ ഒക്കെ കൊടുത്താ ചെയ്തിരിക്കുന്നത് അല്ലേ? മുഴുവൻ സീലിംഗും ചെയ്തിട്ടുണ്ട്, ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുള്ള ഫോൾ സീലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഇപ്പൊ റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പൊ താഴെ അവർ പറഞ്ഞിട്ടുണ്ടാവും താഴെ ഒരു ബെഡ്റൂമേ സാധിക്കത്തുള്ളൂ, മുകളിൽ മാത്രമേ 2 ബെഡ്റൂം സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു എക്കച്ചക്കലുണ്ടായിരുന്നു, ഒരു ടെൻഷൻ, മേളിലോട്ട് എപ്പോഴും കയറേണ്ടി വരിക എന്നുള്ള പ്രശ്നം ഒന്നുമില്ല. നമുക്കൊരു ഈ ഒരു ഡൈനിങ് സ്പേസ് ചെറുതാണെന്നുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് നമ്മൾ നോക്കിയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്ലോട്ട് ഭയങ്കര സ്ട്രെയിറ്റ്, വീതിയില്ല, നീളപ്പാടാണ്. അതെ. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശരി, നമുക്കുള്ളതില് സന്തോഷമായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ആ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾ
ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് വൃത്തിയായിട്ട് കോമ്പാക്റ്റ് ആയിട്ട് ചെയ്യാം, രണ്ട് വൃത്തിയില്ലാതെ എങ്ങനെയും ചെയ്യാം. പക്ഷെ ഇവിടെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള സ്പേസ്. കാര്യം ഇപ്പൊ കിച്ചണുമായിട്ട് അടുത്താണ് ഡൈനിങ് സ്പേസ് വരുന്നത്, ഡൈനിങ് സ്പേസ് അടുത്താണ് വാഷിംഗ് വരുന്നത്. ഇതാണ് വാഷിംഗ് ഏരിയ അല്ലേ? അപ്പൊ നമ്മുടെ ഇത് വാഷിംഗ് യൂണിറ്റും എല്ലാം അവിടെ ഇങ്ങോട്ട് അടുപ്പിക്കും, അല്ലാത്തപ്പോൾ അതും ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള വാഷ് സ്പേസും കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും നമ്മുടെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. ഈ ഫോൾ സീലിംഗ് എന്നുള്ള ഒരു ഐഡിയ നേരത്തെ മനസ്സിലുണ്ടോ അതോ? ഇല്ല, നമ്മളിത് രണ്ടാമത് ചെയ്തതാണ്. ഓ ശരി. അതും നമ്മുടെ ഇന്റീരിയർ കണ്ടതിന് ശേഷം. ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ പ്ലെയിൻ ആക്കിയേനെ. ഇന്റീരിയറിനകത്ത് എന്താണ് ഉണ്ടത് അത് നമുക്ക് സെയിം വേണോന്ന് പറഞ്ഞു. അങ്ങനെയാണ്. ഈവൻ ലൈറ്റ് പോലും സെയിം ഉള്ള പോലെ നമ്മൾ ചെയ്തത്. അപ്പൊ നമുക്ക് മേളിലോട്ട് കയറിയാലോ? സ്റ്റെയർ കേസും വളരെ സിമ്പിൾ ആണ്. അതായത് നോർമലിലുള്ള ഗ്രാനൈറ്റ്, അതിന്റെ കൂട്ടത്തിൽ ടൈല് താഴെ സ്കട്ടിംഗ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഗ്ലാസ്, അതുപോലെ തന്നെ മുകളിൽ വുഡൻ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെയർ കേസാണ്. ഇതൊരു ഡബിൾ ഹൈറ്റ് ആണ് അല്ലേ? അതെ. ഇതും ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു? അമ്മ പറഞ്ഞിട്ടാണ്, കുറച്ച് വെട്ടം കിട്ടാൻ വേണ്ടിട്ട്, അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഡബിൾ ഹൈറ്റ് ചെയ്ത് പർഗോള ചെയ്തിരിക്കുക. നോർമൽ നാച്ചുറൽ ലൈറ്റ് ആണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പർ ലിവിങ് ഏരിയ തന്നെ അത്യാവശ്യം വലിപ്പമുണ്ട്. 12-14 സൈസുള്ള അപ്പർ ലിവിങ്. ഇവിടെ ഒരു സോഫ കൊടുത്തിരിക്കുന്നു അല്ലേ? ഇവിടെ 2 ബെഡ്റൂമില്ലേ? 2 ബെഡ്റൂം. ഇത് മാസ്റ്റർ ബെഡ്റൂം. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഡോർ നമ്മൾ താഴെ പറഞ്ഞത് തന്നെയാണ്. അതെ, ഇതാണ് അമൃതയുടെ ബെഡ്റൂം. അതെ, ഇതിന്റെ ബെഡ്റൂം ഈ കുളമായിട്ട് കണക്കുമായിരിക്കും കേട്ടോ. മാറ്ററേ അല്ല, പക്ഷെ ഒന്നും കുത്തി നിറച്ചിട്ടില്ല. ഇല്ല, ഈസി. അതായത് ബെഡ്റൂം സൈസ് പറയാം, 1, 2, 3, 4, 5, 6, 12, 1, 2, 12 സൈസ് തന്നെ. സൈസ് എങ്ങനെ അറിയുന്നറിയോ? ടൈൽ എണ്ണിയാൽ മതി. ഓ ശരി. ഇത് 4x2 ഇവിടെ ടൈൽ ഇട്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്നവർക്കും പെട്ടെന്ന് കിട്ടുവേ. 4x2 ടൈല്. ഇതില് 2 ഇത് 2 അടിയാണ് ഈ കാണുന്നത്. 1, 2, 3, 4, 5, 6. 6, 2, 12. ഇത് 4 അടിയാണ് ഈ ഇരിക്കുന്നത്. 1, 2, 3, 3, 4, 12. ഓ ശരി, സിമ്പിൾ ആണ്. ഇതിന്റെ സൈസ് മാറും, അതനുസരിച്ച് ഇതിന്റെ നമ്മൾ എടുക്കുന്ന സൈസ് മാറും. ഇതിപ്പോ 2x2 ആണെന്നുണ്ടെങ്കിൽ ഇത് ചെറുതാവും, 6x4 ആണ് വലുതോ. എല്ലാവർക്കും പെട്ടെന്ന് എങ്ങനെ എണ്ണ എടുക്കുന്നു തോന്നും. നമ്മൾ ചോദിക്കുന്നല്ലോ, ഇത് വെറുതെ എണ്ണ എടുത്താന്ന്. ഇത് മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുണ്ടല്ലേ? യെസ്, വാർഡ്രോബ് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയാണ് ഇതല്ലേ? ബാത്റൂം ഡോറും നമ്മുടെ ഈ പറഞ്ഞ ഡോർ തന്നെയായിരിക്കും, പക്ഷെ സൈസിന് വേരിയേഷൻ ഉണ്ട്. വലുതുമാണ്. കാര്യം ഇതുവരെ നമ്മൾ അപ്പറേ പറഞ്ഞതെല്ലാം കട്ടള ഇല്ലായിരുന്നു. ഇത് വിത്ത് കട്ടളയോടെ കൂടെ വരുന്ന ഡോറാണ് ഈ വന്നിരിക്കുന്നത്. നോർമലി ഏത് ഫാർപ്പി ഡോർ വയ്ക്കുമ്പോൾ കട്ടള ആവശ്യമില്ല, നമ്മളത് ചെയ്യുക. ഇത് നമ്മുടെ ബാൽക്കണി അല്ലേ? ഒന്ന് ഇറങ്ങിയാലോ? ഇത് നമ്മുടെ സ്റ്റീൽ ഡോർ ആണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ സ്റ്റീൽ ഡോർ ആണ്. പുറത്തോട്ട് ഇറങ്ങാം. ഇതാണല്ലേ? യെസ്, ഇതാണ് നമ്മുടെ. ഇത് ഫ്രണ്ടേജ് ആക്ച്വലി. നോർമലി ഈ വീടിന്റെ ഫ്രണ്ട് താഴെ നോക്കുമ്പോൾ ഉള്ള ഫ്രണ്ടേജ് ആണ്. ഇവിടെ ഇരിക്കാനായി ഇത് വൈകുന്നേരമാണ് അടിപൊളിയാണ്. അതെ, രാവിലെ എന്ന് വെച്ചാൽ ഇത് കിഴക്കോട്ട് ദർശന. സോ രാവിലെ ഇവിടെ വെയിലുണ്ടാവും. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സമയം 11 മണിക്കാണ്, അതുകൊണ്ട് ഇവിടെ വെയിലുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വൈകിട്ട് അടിപൊളിയാണ്, നല്ല കാറ്റും ഉണ്ടാവും. ഇത് നിങ്ങളുടെ സ്വപ്നത്തിലുണ്ടായിരുന്നു? ഏതാണ് ഈ ഒരു ബാൽക്കണി? ഇല്ല, സ്വപ്നത്തിലേ ഉണ്ടായിരുന്നില്ല. 3D യിലാണ്. ആഗ്രഹങ്ങളെല്ലാം കറക്റ്റായി വന്നു. ഇത് മറ്റൊരു ബെഡ്റൂം. അത് അമ്മ എനിക്ക് തോന്നുന്നു അമ്മ യൂസ് ചെയ്യുന്നത് ഇവിടെ അമ്മയുടെ ബെഡ്റൂമാണിത്. അപ്പറേ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ സൈസ് വേരിയേഷൻ. ഇത് 10-12 സൈസ്, കുറച്ച് നീളത്തിലാണ് വന്നിരിക്കുന്നത്. വാർഡ്രോബ് 2 ഡോർ വാർഡ്രോബായിട്ട് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം വന്നിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ഈ ഒരു ഏരിയ, അപ്പർ ഏരിയാസിൽ മുഴുവൻ നമ്മൾ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള കബോർഡുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. എല്ലാ റൂമുകളിലും നമ്മൾ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. യെസ്. ഒരു വീട് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർ, ഇപ്പോൾ കസ്റ്റമർ ആരും ആയിക്കോട്ടെ, ഇപ്പം എന്താ പറയുക, നമ്മളൊരു ഏത് പ്രൊഫഷനിലും നമ്മുടെ പ്രൊഫഷനിൽ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അല്ലാതെ ഒരാൾക്ക് ഇതിലോട്ട് എൻ്റർ ആകുമ്പോഴത്തേക്കാണ് എന്തൊക്കെ ഇതിനകത്ത് ചെയ്യണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ പലരോട് അന്വേഷിക്കുകയോ വേണ്ടി അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് കാര്യങ്ങൾ എന്നുള്ളതാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ പല ആശങ്കകളുണ്ടല്ലോ. കാര്യം അമൃതയുടെ പ്രൊഫഷൻ ഒരു എന്റർടൈൻമെന്റ് പ്രൊഫഷനാണ്. സോ അതിൽ നിന്നുകൊണ്ട് ഇതിലെങ്ങനെയാണ്, അപ്പോൾ പല ആൾക്കാർ വീട് ചെയ്തിട്ടുള്ളവരുണ്ട്, അവർ പല അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. അഭിപ്രായങ്ങളെല്ലാം ശരിയല്ല, അത് അഭിപ്രായം മാത്രമാണ്. അതിനകത്തൊരു ഒപ്പീനിയൻ എന്നുള്ള സാധനം വരുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള കാര്യം ചോദിച്ചത്, പല കാര്യങ്ങളും നമ്മൾ വീട് ഫുൾ കോൺട്രാക്ട് ആണ് കൊടുത്തത്, ഫുൾ ആയിട്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും മാറ്റി. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ ഡോർ. നമ്മളെല്ലാം നമ്മൾ വുഡൻ ഡോർ ആയിരുന്നു. അതേപോലെ ജനലുകളും വുഡൻ ആയിരുന്നു. അപ്പം
വീടിന്റെ പ്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ഇപ്പം റിലേറ്റീവ്സ് ആണെങ്കിൽ എല്ലാവരും പറഞ്ഞത് നമുക്ക് വുഡൻ മതി, പലരും ചെയ്തേക്കുന്ന വുഡൻ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പലരും പല സജഷനും തന്നു. അതിൽ നമ്മൾ മാറ്റിയാണ് സ്റ്റീലിലോട്ട് എത്തിയത്. പക്ഷെ എനിക്കിപ്പോ വിഷമം നമുക്ക് ഡീസോളിൽ എനിക്ക് വിൻഡോസ് എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതായിരുന്നു. വിൻഡോസ് നമുക്ക് വേറെ ലെവലിലാക്കി ചെയ്യാമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഒന്നും മോശമാണെന്നല്ല കേട്ടോ. ഇതിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്ന വുഡൻ മെയിൻ ഡോർ ആണ്. വളരെ ഭംഗിയായിട്ട് ഈ വീടിന്റെ ആ ഒരു കോണ്ടംപററി ഡിസൈനിനോട് ചേരത്തക്ക രീതിയിലുള്ള ഡിസൈനാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. ഒട്ടും മോശമല്ല. പക്ഷെ ഒരു പക്ഷെ നമുക്കിത് ഇതിനേക്കാൾ ഒരുപടി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമോ ഒക്കെ ചെയ്തു തരാൻ സാധിച്ചേക്കാന്ന് മാത്രമാണ് പറയുന്നത്. ഒന്നിനെ നമ്മൾ പലരും ഇതിനെ തെറ്റിദ്ധരിക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ക്ലാരിഫൈ ചെയ്തോട്ടെ. ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാം തന്നെ അമൃതയുടെ ഇഷ്ടത്തിന് ചെയ്തിരിക്കുന്ന. പിന്നെ വേറെ ഇപ്പം നമ്മൾ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സാധനം എവിടെയെങ്കിലും ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായി നിന്നിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്നതിന്റെ വീട് ചെയ്ത സമയത്ത് പലയിടത്തും വന്നിട്ടുണ്ടായിരുന്നു. പലയിടത്തും ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് അത് എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ആയി. അതിൽ മെയിൻ കാര്യം ഫ്രണ്ടിൽ നമ്മൾ ഒരു വോൾട്ടൈൽ ഒട്ടിച്ചത്, അതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വന്നതായിരുന്നു. പിന്നെ ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി ഒന്നും കൂടെ നമ്മൾ കുറേ കൂടെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പല കാര്യങ്ങളും എനിക്ക് നന്നാക്കാൻ പറ്റിയേനെ. അമൃതയുടെ വീട് വളരെ ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞു. എന്റെ അടുത്ത് ഇത് പറഞ്ഞു അടുത്ത സെക്കൻഡില് ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് ജനാലയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതെ, വളരെ ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 8 മാസം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങൾ റെന്റ് ഹൗസിലായിരുന്നേ, പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല രീതിയിൽ പെട്ടെന്ന് ചെയ്തു എന്ന് വെച്ചാൽ ക്വാളിറ്റിയിൽ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു വീട് വെക്കുന്ന സമയത്ത് ആസ് എ പ്രൊഫഷണൽ, നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എന്റർടൈൻമെന്റ് പ്രൊഫഷനാണ്. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടവരൊന്നുണ്ടാവും. അല്ലാതെ ഒരു സാധാരണക്കാരൻ വീട് വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഒരുപാട് കാര്യം നമ്മൾ വീടെന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ തലയിൽ കയറുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്ത് പഠിച്ച്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇപ്പൊ ഒരു കാര്യം ഒരാളുടെ മാത്രമല്ല പലരിടത്തും നമ്മൾ ഒപ്പീനിയൻ ചോദിക്കണം. ഇപ്പൊ ഒരു ഡോറിന്റെ റേറ്റ് ഒരിടത്ത് മാത്രമല്ല പലയിടത്തും നമ്മൾ ചോദിക്കണം. അങ്ങനെ ചോദിച്ചറിയണം. കാരണം എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാം നോക്കി നടത്താൻ. ഏട്ടൻ പറഞ്ഞ പോലെ എനിക്ക് വീടെന്നുള്ള ABCD എനിക്ക് അറിയത്തില്ല, പരിചയക്കാരില്ല. അപ്പൊ ഞാൻ ഒരാൾ പറയും ഓക്കെ അത് ഓക്കെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആൾ പറയും, ഇവൻ അങ്കിള് പറയും, കോൺട്രാക്ട് അങ്കിള് പറയും. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞ പല കാര്യങ്ങളും പോയിട്ട് എനിക്ക് ചില പലയിടത്തും പറഞ്ഞ പോലെ വിഷമങ്ങൾ വന്നു. പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏറെക്കുറെ ഈ പറഞ്ഞ പോലെ വീടിന്റെ എന്തൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും എന്നുള്ളതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പറയാൻ പറ്റും. ഒരു കോൺട്രാക്ടർ വീട് പണിയുന്നതിനൊപ്പം നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയോ? തീർച്ചയായിട്ടും. ഒപ്പം നമ്മൾ വീട് പണിയുമ്പോൾ നിന്ന് തന്നെ വന്ന് കണ്ട് പല കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മാറ്റാൻ പറ്റും. ഇപ്പൊ എനിക്ക് അങ്ങനെയുണ്ട്, നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയിട്ട് ഇന്നത് മാറ്റാൻ പറ്റും എന്ന് ചോദിച്ചാൽ മാറ്റാൻ പറ്റും. എത്ര പ്രാവശ്യം വന്നു പോയിട്ടുണ്ടാവും ഈ പണിക്കിടയ്ക്ക്? കൂടിപ്പോ ഒരു 10 പ്രാവശ്യം അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാം നന്നായിട്ട് നോക്കി അതിന്റെ ഫുൾ ക്രെഡിറ്റ്സും ഞങ്ങള് ഷാജഹാൻ അങ്കിളിനായിരിക്കും കൊടുക്കുന്നത്. അതെ അതെ അതെ, അദ്ദേഹമാണ് എല്ലാം നോക്കിയും കണ്ടും ചെയ്തത്. വേറൊരാളില്ല. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് വന്നു പോകും. ആ സമയത്ത് ഭയങ്കര ഷൂട്ടും കാര്യങ്ങളായിട്ട് ഞാൻ കുറച്ചധികം തിരക്കായിരുന്നു വർക്കുകളുമായിട്ട്. വർക്കുകൾ എങ്ങനെ പോകുന്നു? അത് നന്നായിട്ട് പോകുന്നു. ആക്ച്വലി ഇപ്പൊ ഞാൻ ഒരു സിറ്റ്കോം മാത്രമേ ചെയ്യുന്നുള്ളൂ. സീരിയലൊക്കെ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് ഇപ്പോഴും സെറ്റിലാണ് അമൃതയും അമ്മയും. ഒരു എന്താ പറയാ, ഇതാണ് ആദ്യം ഞങ്ങൾ കാണിച്ചിരുന്നു കേട്ടോ, ഫസ്റ്റ് കാണിച്ചായിരുന്നു ആഗ്രഹം. ഇത് പണക്കാരെന്നോ പാവപ്പെട്ടെന്നോ ഒന്നുമില്ല. ശരിക്കും വീട് വെക്കാൻ നേരത്ത് ആ ഒരു പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾക്ക് അയാൾ ഭയങ്കര അജ്ഞനാണ്. അയാളുടെ ഒരു ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ പൂർത്തിയാവുന്നത്. എല്ലാവരുടെയും ആഗ്രഹം നിങ്ങളുടെ വീടിന്റെ ആഗ്രഹം മാറ്റി ചെയ്തു എന്നുള്ളതാണ്. ഞാൻ അമൃതയോട് ഒരൊറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ, സക്സസ് ആണോ? അതെ, ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വന്ന് അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒരു മനുഷ്യൻ സക്സസ് ആണോ എന്നുള്ളതിന് നമുക്ക് മെഷർമെന്റ് ഉണ്ടാവില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഒറ്റ മെഷർമെന്റേ ഉള്ളൂ, നമ്മുടെ മനസ്സിൽ ഉയരുന്ന ആ വല്ലാത്ത സന്തോഷം. അതാണ് നമ്മുടെ സക്സസിന്റെ മെഷർമെന്റ്. ആ മെഷർമെന്റ് നിങ്ങളുടെ മുഖത്തും കണ്ണിലും അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് കാണിക്കാം. ഇന്നും അത് കാണാൻ സാധിക്കുന്നതാണ്. താങ്ക് യു ചേട്ടാ. എല്ലാവിധ സക്സസും ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കാം. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഏതൊരു വീഡിയോയില് ഫോർമാലിറ്റീസ് ഒന്നുമില്ല, ഇവിടെയും ഒരു ഫോർമാലിറ്റീസും ഇല്ലായിരുന്നു. ഞങ്ങൾ ആദ്യം കാണിച്ച നാടകീയത മാത്രമേ അത് ഞങ്ങൾ നാടകീയത എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എല്ലാ ആൾക്കാരും വീട് വെക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവരവരുടെ ആഗ്രഹം എങ്ങനെയാണോ പൂർത്തിയാക്കാൻ പറ്റുന്നത് അതാണ് അവൻ്റെ സക്സസ്, അതാണ് അവൻ്റെ സക്സസ് മെഷർമെന്റ്. സോ നമുക്ക് ഇവിടെ വാങ്ങാം അല്ലേ? തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നത് വളരെ ചെറിയ ഹോം ടൂർസ് ഇപ്പൊ ചെയ്യലുള്ളത് ചാനലില്. അത് ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞല്ലേ, എനിക്ക് ആഗ്രഹം തോന്നുന്നു ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അപ്പോ വീണ്ടും കാണാം അടുത്ത വീഡിയോ. താങ്ക് യു സോ മച്ച്.